അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും അതിമഹത്തായ സ്ഥാനം കൽപ്പിച്ച ഒരു മാസമാണ് പരിശുദ്ധ മുഹറം മാസം. അള്ളാഹുവിന്റെ റസൂൽ ഈ മാസത്തെ പരിചയപ്പെടുത്തിയത് ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് എത്രമാത്രം ശ്രേഷ്ഠതകളുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതകൾ ധാരാളമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം വഹിച്ച അതിമഹത്തായ ഒരു മാസമാണ് മുഹറം എന്നത്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അടങ്ങുന്ന ധാരാളം ആളുകൾക്ക് ഈ പരിശുദ്ധമായ മാസത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുറ എന്ന് പറയുന്ന മുഹറം 10 ദിവസവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മുഹറം 10 നോമ്പ്, ആ നോമ്പിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമാണ് ഒരു കൊല്ല ദിവസം കുറിപ്പിക്കുമെന്ന്. എന്നാൽ മഹാനായ നബിയോട് തന്റെ അനുജനന്മാർ ഒരു കാര്യം പറഞ്ഞു, നബിയെ, യൂതന്മാരും നമ്മളും മുഹറം 10 ദിവസം നോമ്പെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരോട് തുല്യമാവില്ല നമ്മൾ. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ മുഹറം 9 നോമ്പ് പിടിക്കൽ സുന്നത്താണ്, അതിശക്തമായ സുന്നത്താണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മാസത്തിനെ ആദരിക്കാനും ആ മാസത്തിൽ പുണ്യമായ കർമ്മങ്ങൾ ചെയ്യുവാനും അവന്റെ പൊരുത്തം സമ്പാദിക്കുവാനും സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു ഇതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.